ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് കപ്പ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇന്ന് തന്നെ നന്നാക്കി വെക്കണം, അല്ലെങ്കിൽ അത് കേടായി പോവും. പിന്നെ കുറച്ച് കപ്പ് എടുത്ത് ഞാൻ വേവിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കണം, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ അത് നന്നാക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പോയി കപ്പ റെഡിയാക്കട്ടെ. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ അതുമ്പോൾ മണ്ണൊക്കെ ഉണ്ട്. ഇനി അത് ഓരോ കഷ്ണങ്ങളായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടണം. വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ മണ്ണൊക്കെ കുറേ പോകും. നമ്മൾ 2-3 കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ മണ്ണൊക്കെ പോയി കിട്ടും. അങ്ങനെ ഞാൻ എല്ലാം കൂടി നന്നാക്കാമെന്ന് വെച്ചു. ഞങ്ങൾ 2 പേരുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഞാനെടുത്തിപ്പോൾ വെക്കുകയാണ്. പിന്നെ ബാക്കി ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. കവറിലാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ അത് ഇരുന്ന് കാരം ഓടണമെന്ന് പറയും ഞങ്ങൾ. ഈ നീല കളറുള്ള വര പോലെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് നന്നാക്കി കവറിലാക്കി ഫ്രീസറിൽ വെക്കുകയാണ് ബാക്കിയുള്ളത്. പിന്നെ ഞാനിതിഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ. പെട്ടെന്ന് ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ കപ്പ ഉടച്ചതും കൂടി കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ കവറിലുള്ളത് മാറ്റി വെച്ച് കപ്പ ഉടച്ചു. അതെ കണ്ടോ, നല്ല ഇപ്പം തന്നെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നല്ലൊരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി. നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അതിന് പോണേക്ക് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്ന് വൈകിട്ടത്തെ ഫുഡ്. പിന്നെ ചിക്കൻ ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ കേട്ടോ, എല്ലാം വഴിച്ചിട്ട് ഉണ്ടാക്കി ചെറിയ ഗ്രേവിയിൽ. പിന്നെ കപ്പ ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ടോ ഞാൻ ആദ്യം വേവിച്ചേ. നന്നായി വേവിച്ചു. അതിന് ശേഷം ഊറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുറച്ച് ക്രഷ്ഡ് മുളകാണ് കേട്ടോ ഞാനിട്ടെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെല്ലാം വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിട്ട്, പിന്നെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ട് കപ്പയെല്ലാം ഇട്ട് ഇളക്കി. പിന്നെ ഒരുവിധം ഒത്തിരി അങ്ങോട്ട് ഉടച്ചിട്ടില്ല കേട്ടോ, ഒരുവിധം ഉടച്ചെടുത്തു. നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഇരിക്കണത് എനിക്കിഷ്ടം. കാണാനും ഭംഗി, കഴിക്കാനും രസമുണ്ട്. അങ്ങനെ അപ്പടി കുഴഞ്ഞിരിക്കില്ല. എന്നിട്ട് ഇതേ ചിക്കൻ കറി കൂട്ടി ഞാൻ പോണയ്ക്ക് മുമ്പ് കഴിക്കാണ് കേട്ടോ.